ഉണ്ണീട്ടിനെ എവിടെ കിടത്തിരിക്കുന്നത്? അടുത്ത മുറിയിലുണ്ട്. ഉണ്ണീട്ടിന് എന്ത് പറ്റി? എനിക്ക് എന്റെ ഉണ്ണീട്ടിനെ കാണണം. എനിക്ക് എന്റെ ഉണ്ണീട്ടിനെ കാണണം. എനിക്ക് എന്റെ ഉണ്ണീട്ടിനെ കാണണം. എനിക്ക് എന്റെ ഉണ്ണീട്ടിനെ കണ്ടാ മതി. രാജി രാജി ബഹളം വെക്കരുത്. ഡോക്ടർ രാജി പോയി കാണാം. അച്ഛൻ ഉറങ്ങില്ലേ? അതായത് കഴിച്ചു കിടന്നു. ഇവിടെ വെച്ചേക്കൂ. ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ രാജ് രണ്ടാഴ്ച വീട്ടിൽ വന്ന് നിൽക്കുന്നതല്ലേ നല്ലത്. ഒന്ന് നോർമലായിട്ട് ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരാം. ഞാനും അത് ആലോചിക്കുകയായിരുന്നു. അവിടെയാവുമ്പോൾ നിമ്മയും കൂടെ ഉണ്ടാവും. നാളെ രാവിലെ തന്നെ കൂട്ടിക്കൊണ്ടുപോയിക്കൊള്ളൂ.
ചേട്ടന് മോശമില്ലല്ലോ. എന്താ ചേട്ടാ ഇത്? രാജി ഉറങ്ങിയോ? ആ, ചേട്ടന് നല്ല ക്ഷീണമുണ്ട്. വന്ന് കിടക്കും. ആ. ഹലോ. നിമി ഞാനാ. രാജി എന്തെടുക്കുന്നു? അവളിവിടെ ഉണ്ട്. നീ അവിടെ തന്നെ ഉണ്ടാവണം. വേറൊന്നുമില്ല. ശരി. ആ വാടിയിലേക്ക് നുള്ളി കളഞ്ഞേക്ക്. എന്തായി? എന്നത്തേക്ക് വെച്ചു? വീണ്ടും നീട്ടാനാണ് പുള്ളിക്കാരത്തി പറയുന്നത്. എന്തിന്? എന്നാ കേസ്? തിങ്കളാഴ്ച. മറ്റന്നാളോ? നിങ്ങൾ വന്നേ. നീ എന്തായി കാണിക്കുന്നത്? കൊച്ചുകുട്ടികളെ പോലെ. ജീവിതത്തിൽ എന്തെല്ലാം സംഭവിക്കും. ഇന്ന് നിനക്ക് സംഭവിച്ചു, നാളെ ഇത് എനിക്ക് സംഭവിക്കാം എന്ന് കരുതി നിനക്ക് വിദ്യാഭ്യാസം ഇല്ലേ? എന്നിട്ട് മണ്ടത്തരം കാണിക്കുക. മിസ്റ്റർ ജോർജ്, തിങ്കളാഴ്ച സാക്ഷിസ്കാരമാണോ? അല്ല, ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ല. തിങ്കളാഴ്ച രാവിലെ ഇങ്ങ് വന്നോളൂ. പോയിക്കോ. രാജി, നീ ഇനി കോർട്ടിൽ പോകുന്നില്ലെന്ന് തീരുമാനിച്ചുകൊണ്ട് പോയ ആള് തിരിച്ചു വരുമോ? നിനക്കൊരു കുഞ്ഞില്ലേ? ചേച്ചി, നീ ഒന്നും പറയണ്ട. എഴുന്നേറ്റ് കുളിച്ചൊന്ന് ഫ്രഷ് ആവൂ. കമോൺ, വരാം. രാജി, നീ കോർട്ടിലേക്ക് വെക്കൂ. ഞാൻ ആ പിലാക്കണ്ടെ കണ്ടിട്ട് വരാം. വാ, കാറ് വന്നു. വരട്ടെ ചേച്ചി. ഹലോ, അച്ഛനാണോ? ഞാൻ രാജനാണ്. എന്താ മോനെ? അച്ഛൻ, ഞാൻ ബാംഗ്ലൂർ വരെ ഒന്ന് പോവാണ്. ഓഹോ, വിഷ് യു ഹാപ്പി ജേർണി. താങ്ക് യു. അച്ഛൻ ഇടയ്ക്കൊക്കെ ഇങ്ങോട്ടൊന്ന് വരണം. ആ, ശരി. ശരി. ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വരാൻ കുറച്ചു ദിവസം പിടിക്കും. നീ അവളെ ശ്രദ്ധിച്ചോളേ. അവൾക്കിനി കോർട്ടിൽ പോകാൻ സാധിക്കുമെന്ന് എനിക്ക് സംശയമായിരുന്നു. ഏതായാലും ഒരു ചേഞ്ച് ഉണ്ടല്ലേ. കോർട്ടിൽ പോകാൻ തുടങ്ങിയല്ലോ, അത് മതി. ഇനി ഞാൻ ശരിയായിക്കോളാം. ചേട്ടന് പോകാൻ സമയമായി. ഞാൻ ഡോക്ടർ രവി, ഉണ്ണിയുടെ ഫ്രണ്ടാ. ഓ, ഡോക്ടർ രവീന്ദ്രൻ. ഉണ്ണി പറയാറുണ്ട്. ഇരിക്കൂ. ചായ എടുക്കാൻ പറയട്ടെ? വേണ്ട, ഞാനിപ്പോ കഴിച്ചതാ. എന്താ വിശേഷിച്ച്? കുറച്ചു ദിവസമായി അച്ഛനൊന്ന് കാണുമെന്ന് വരുന്നു. രവിക്ക് എപ്പോ വേണമെങ്കിലും ഇവിടെ വരാമല്ലോ. ഇനി നിങ്ങളൊക്കെ തന്നെ ഉള്ളൂ ഇവിടെ വരാൻ. ഞാൻ വല്ലതും ചെയ്യേണ്ടതുണ്ടോ? ഉണ്ട്. അച്ഛന് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ. അതെന്താ? പറയാം. വിശ്വസിക്കാൻ അല്പ ബുദ്ധിമുട്ടുണ്ടാവും എന്നെനിക്കറിയാം. എനിക്ക് തന്നെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. എന്താ കാര്യം? പറയാം. ഞാൻ പറയുന്ന മുഴുവൻ വ്യക്തമായി കേട്ടതിന് ശേഷമേ അച്ഛനൊരു തീരുമാനം എടുക്കാവൂ. കാര്യം എന്താ? വീണ്ടും ഞാൻ പറയുകയാണ്, വിശ്വസിക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ടാവുമെന്ന്. കാരണം നമ്മുടെ സങ്കല്പങ്ങളെല്ലാം തകിടം മറിക്കുന്ന ഒരു സംഭവമാണിത്. എന്താണ് കാര്യമെന്ന് പറഞ്ഞില്ല. ഉണ്ണി മരിച്ചതെങ്ങനെയാണച്ചാ? കാറിന്റെ ബ്രേക്ക് പൊട്ടി. പോലീസ് റിപ്പോർട്ടിൽ വ്യക്തമായി പരിശോധിച്ച് എഴുതിയിട്ടുണ്ട്. കാറിന്റെ ബ്രേക്ക് പൊട്ടി. പൊട്ടിച്ചതാണെങ്കിലോ?
പൊട്ടിച്ചതോ? ആര്? എന്തിന്? അച്ഛാ, നമുക്ക് അകത്ത് പോയി സംസാരിക്കാം. ഇരിക്കൂ. അച്ഛനിരിക്കൂ. താങ്ക് യു. ഉണ്ണി ഓടിച്ച കാറിന്റെ ബ്രേക്ക് ആര് പൊട്ടിച്ചു എന്നാണ് പറയുന്നത്? പ്ലീസ് ടെൽ മീ. കാറിന്റെ ഉടമസ്ഥൻ തന്നെ. വാട്ട്? യെസ്, ഡോക്ടർ രാജൻ. ഇനി ഒരു അക്ഷരം മിണ്ടിപ്പോരുത്. നിനക്കറിയാമോ, രാജൻ എന്റെ മകനാണ്, എന്റെ സ്വന്തം മകനെ പോലെ. ആയിരിക്കാം, പക്ഷേ ഉണ്ണി എന്റെ സ്നേഹിതനല്ല, സഹോദരനാണ്. വാട്ട് യു മീൻ? പ്ലീസ് ലിസൺ വാട്ട് ഐ മീൻ. എടുത്തു യാടോച്ചാ, ഞാൻ നിങ്ങളെ കവിളിത്തേക്കാൻ വന്നവനല്ല, നിങ്ങളുടെ ധാരണ തിരുത്താൻ വന്നവനാ. രാജനെതിരായി ഇനി ഒന്നും നിങ്ങൾ സംസാരിക്കരുത്. രാജൻ എനിക്കൊരു പ്രശ്നമല്ല, പക്ഷേ ഉണ്ണിയുടെ ഘാതകൻ എന്റെ ശത്രുവാണ്. അവനെ ഞാൻ വെറുതെ വിടില്ല. അച്ഛൻ ഓർമ്മയുണ്ടോ, ഉണ്ണി മരിച്ച ദിവസം ജൂൺ 16 തീയതി രാവിലെയാണ് രാജൻ ഫസ്റ്റ് ടെസ്റ്റിന്റെ വ്യാജന ബാംഗ്ലൂരിലേക്ക് പോയത്, അല്ലേ? അതെ. അന്നത്തെ ബാംഗ്ലൂർ ഫ്ലൈറ്റിന്റെ ടിക്കറ്റ് ചാർട്ടാണിത്. ഇതിൽ ഡോക്ടർ രാജന്റെ പേരെന്ന് കാണിച്ചു തരാമോ? ഉണ്ടോ? ഇല്ല. എവിടെ പോയി? ഉണ്ണി മരിച്ചതിന്റെ പിറ്റേ ദിവസം, അതായത് ജൂൺ 17 തീയതി മോർണിംഗ് ഫ്ലൈറ്റിലാണ് രാജൻ തിരിച്ചെത്തിയത്, അല്ലേ? അതെ. 17 തീയതി മോർണിംഗ് ഫ്ലൈറ്റിന്റെ ടിക്കറ്റ് ചാർട്ടാണിത്. ഇതിലെങ്കിലും ഡോക്ടർ രാജന്റെ പേരെന്ന് കാണിച്ചു തരാമോ? പേരുണ്ടോ? ഇല്ല. എവിടെ പോയി? ആ തുമ്പോത്ത് MCH ഡിഗ്രിക്ക് വേണ്ടി നാഷണൽ എക്സാമിന് സെലക്ഷൻ കിട്ടിയത് ആർക്കാണെന്ന് അറിയാവോ? രാജന്. നോ, ഡോക്ടർ ഉണ്ണികൃഷ്ണന്, അച്ഛന്റെ മകന്, എന്റെ ഉണ്ണിക്ക്. പിന്നെ രാജന് കിട്ടിയത്? അതിനുവേണ്ടിയാണ് ഉണ്ണിയെ ചതിച്ചത്. ഉണ്ണിയില്ലെങ്കിൽ രാജന് പോകാം. അത്ഭുതമായിരിക്കുന്നു അല്ലേ? സ്വന്തം സഹോദരിയെ വിധവയാക്കിയിട്ടുള്ള വിദേശ പര്യടനം. ഇറ്റ് വാസ് എ ത്രില്ലിംഗ് ഗെയിം ഹി ഹാസ് ഡൺ. രവി, തീർന്നില്ലച്ചാ. MCA സെലക്ഷൻ കിട്ടിയാൽ 2 ടെസ്റ്റ് ഉണ്ടെന്ന് അച്ഛൻ അറിയാമല്ലോ. ഉണ്ണി മരിച്ച ദിവസം രാവിലെയാണ് ആദ്യത്തെ ടെസ്റ്റ് വേണ്ടി രാജൻ ബാംഗ്ലൂരിലേക്ക് പോയത്. അതെ. കള്ളം. അന്ന് അങ്ങനെ ടെസ്റ്റ് നടന്നിട്ടില്ല. ആദ്യത്തെ ടെസ്റ്റ് ഇന്നലെയാണ് നടന്നിരിക്കുന്നത്. അതിനാണ് ഇപ്പോൾ പോയിരിക്കുന്നത്. ഇതാ നോട്ടീസ്. ഇനി അച്ഛൻ എന്തെങ്കിലും പറയാനുണ്ടോ? ഈ 4 തെളിവുകൾ ധാരാളമാണ് എനിക്ക് അവന്റെ കാര്യത്തിൽ കയറിടാൻ. ഇതിൽ ഏതെങ്കിലും ഒന്ന് തെറ്റാണെന്ന് അച്ഛന് തെളിയിക്കാൻ സാധിച്ചാൽ ഇതിൽ നിന്ന് ഞാൻ പിന്മാറാം. ഉണ്ണി മരിച്ച ദിവസം പിന്നെ രാജൻ എവിടെയായിരുന്നു? ഇനി ആ ചോദ്യം ചോദിക്കേണ്ട അച്ഛനല്ല, കോടതിയാണ്. തൽക്കാലം ഞാൻ അതിന് ഉത്തരം പറയാം. ഉണ്ണിയെ ചതിക്കാൻ കെണിയൊരുക്കിയ ദിവസം രാജനോടില്ലെങ്കിൽ ആരും തെറ്റിദ്ധരിക്കില്ലല്ലോ. ഇനിയും വിചിത്രമായ മറ്റൊരു തെളിവ് കൂടിയുണ്ട്. അച്ഛന് കേൾക്കണോ?